إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാൾക്കുനാൾ വിശ്വാസകാര്യങ്ങളിൽ പോലും ജീർണതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾക്ക്. ഇന്നലെ വരെ നാവുകൊണ്ട് പറയാൻ മടിച്ചിരുന്ന പല വിശ്വാസ വൈകല്യങ്ങളും യാതൊരു മടിയും കൂടാതെ അവരിന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. പറയുന്നത് തൊപ്പിയും താടിയുമൊക്കെയുള്ള, തലപ്പാവ് ധരിച്ചിട്ടുള്ള, ദീൻ പഠിച്ചെന്ന് അവകാശപ്പെടുന്ന ആളുകൾ കൂടിയാകുമ്പോൾ സാധാരണക്കാരിൽ പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണ്. സഹോദരങ്ങളെ, ഇത്തരം വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ, ഇതെല്ലാം നമ്മിൽ ബാധിക്കാതിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദീൻ നന്നായി പഠിക്കുക എന്നുള്ളതല്ലാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് രക്ഷയില്ല. വിശിഷ്യ വിശ്വാസ കാര്യങ്ങൾ സഹോദരങ്ങളെ ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട് എന്നോർമ്മപ്പെടുത്തുന്നതാണ് നാം ഈയിടെയായി കേട്ടുകൊണ്ടിരിക്കുന്ന, മുസ്ലിം ഉമ്മത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ വൈകല്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്. ഇന്നത്തെ ഫിത്നയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇതിൽ നിന്നും നാം അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നാളുകളിലെ ഫിത്നയെക്കുറിച്ച് സഹോദരങ്ങളെ നമുക്കൊന്നും അറിയുകയില്ല. നാം അതിൽ നിർഭയരല്ല. നമ്മുടെ വരും തലമുറ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പേരക്കുട്ടികൾ, ഇവരെല്ലാം ഈ കൊടിയ ഷിർക്കിൽ വീണുപോകുമോ, നമ്മുടെ തലമുറ ഷിർക്കിന്റെ തലമുറയായിത്തീരുമോ എന്നുള്ള ഭയം നമുക്ക് വേണ്ടതുണ്ട്. അതിന് സഹോദരങ്ങളെ നാം തൗഹീദിന്റെ അധ്യാപനങ്ങൾ ആവർത്തിച്ച് നാം പഠിക്കണം. നമ്മുടെ സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് അത് പ്രചരിപ്പിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, തൗഹീദ് എന്തുകൊണ്ട് ആവർത്തിച്ചു പഠിക്കണം, തൗഹീദ് ആവർത്തിച്ചു പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്, ആവശ്യകത എന്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, തൗഹീദ് പഠിക്കുക, വിശ്വാസ കാര്യങ്ങൾ പഠിക്കുക, നമ്മുടെ ഈമാനിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അടിമകൾക്ക് അവരുടെ ഉടമയായ അൽ ഖാലിഖായ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബന്ധം അത് ശരിയാക്കുക എന്നുള്ള കാര്യമാണ്. കാരണം തൗഹീദ് പഠിക്കുക എന്നുള്ളത് അടിമകൾക്ക് റബ്ബുമായിട്ടുള്ള ബന്ധം ശരിയാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അടിമയായി നിനക്ക് ഭൂമിയിൽ ജീവിക്കണമോ, അബ്ദുള്ളയായി നിനക്ക് ജീവിക്കണമോ, അള്ളാഹുവിന്റെ അടിമയായി നിനക്ക് ജീവിക്കാൻ അതിനുള്ള ബന്ധം സഹോദരങ്ങളെ ഈ തൗഹീദ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. തൗഹീദ് നന്നായി പഠിച്ച് അതിന്റെ ആളുകളാകുക എന്നത് മാത്രമേ നമുക്ക് റബ്ബിനോടുള്ള ബന്ധം സ്ഥാപിക്കാൻ ഏക മാർഗമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജിന്നുകളെയും പടച്ചിട്ടുള്ളത് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെ മുഴുവൻ ജിന്നുവർഗത്തെ മുഴുവൻ ഞാൻ പടച്ചിട്ടില്ല
അവരെന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തൗഹീദിന് വേണ്ടിയിട്ടല്ലാതെ എന്നാണ് സഹോദരങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻഗാമികളിൽ പലരും ഈ ആയത്തിനെ വിശദീകരിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ, തൗഹീദിൽ അധിഷ്ഠിതമായി എന്നെ ഇബാദത്ത് ചെയ്യുക എന്നത് തന്നെയാണെന്ന് പറഞ്ഞത് കാണാം. ചിലരെങ്കിലും ധരിക്കുന്നുണ്ട് തൗഹീദ് എന്നുള്ള വാക്കൊക്കെ ഏതോ ചില വഹാബികൾ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനക്കാർ കൊണ്ടുവന്നതാണ്, തൗഹീദിന്റെ പ്രസ്ഥാനക്കാർ കൊണ്ടുവന്നതാണ്. അല്ല സഹോദരങ്ങളെ, ഇല്ലാ ലിയഅ്ബുദൂൻ ഖുർആനിൽ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം മഹാന്മാരായ സ്വഹാബികൾ അടക്കം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലാ ലിയുവഹിദൂൻ, തൗഹീദിൽ അധിഷ്ഠിതമായി ഇബാദത്ത് ചെയ്യുക, ഇബാദത്തിന്റെ മുഴുവൻ അംശങ്ങളും അല്ലാഹു തആലക്ക് മാത്രം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ പടച്ചതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നാം തൗഹീദ് പഠിക്കുക എന്നുള്ളത്. നമ്മെ അല്ലാഹു തആല പടച്ചത് തൗഹീദിന് വേണ്ടിയിട്ടാണ് എങ്കിൽ പിന്നീട് ആ തൗഹീദിന്റെ കാര്യങ്ങളിൽ നമുക്ക് വിവരമില്ല, ഷിർക്കിന്റെ മുഖങ്ങളെ കുറിച്ച് നമുക്ക് അറിയുന്നില്ല, ഒരു കാര്യം ഷിർക്കാണോ തൗഹീദാണോ എന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നാം എങ്കിൽ സഹോദരങ്ങളെ, നാം പടച്ചതിന്റെ ലക്ഷ്യം തന്നെ, നാം പടക്കപ്പെട്ടതിന്റെ ലക്ഷ്യം തന്നെ പൂർത്തീകരിക്കാത്ത ആളുകളിലാണ് നാം ഉൾപ്പെട്ടിട്ടുള്ളത്. വളരെ ഗൗരവമായ വീഴ്ചയാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. ഈ വീഴ്ചയുടെ അനന്തരഫലം നമ്മളിൽ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ നമുക്ക് ചുറ്റും നമ്മുടെ കുടുംബത്തിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് പേടിയോടുകൂടി സഹോദരങ്ങളെ തൗഹീദ് ആവർത്തിച്ച് പഠിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അമ്പിയാക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിനെ, അവരുടെ ഉമ്മത്തിന്, ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കാൻ, ആ ക്ഷണിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഒരാൾ പോലും വിട്ടുകളയാതെ അവർ ആ ഉമ്മത്തിനെ സഹോദരങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് തൗഹീദിലേക്കാണ്. ഷിർക്കിൽ നിന്നും മാറി നിൽക്കാനാണ് അവർ താക്കീത് ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ, വലഖദ് ബഅസ്നാ, നാം നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, എല്ലാ സമുദായത്തിലും അല്ലാഹു തആല ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ ദൂതന്മാരെന്താണ് പറയേണ്ടത്? അല്ലാഹു തആല പറയുന്നു, അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളെയും വെടിയണം എന്നുള്ള കൽപ്പനയും എന്നുള്ള വിലക്കും സഹോദരങ്ങളെ ഇതിനു വേണ്ടിയിട്ടാണ് അമ്പിയാക്കൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു വീണ്ടും പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, ഓ നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവർക്കെല്ലാവർക്കും ഞാൻ വഹീ നൽകിയിട്ടുണ്ട്, ബോധനം നൽകിയിട്ടുണ്ട്, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനായി ലോകത്തൊരാളുമില്ല, ഫഅ്ബുദൂൻ, ആകയാൽ അവർ എന്നെ ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലാതെ സഹോദരങ്ങളെ അല്ലാഹു തആല പറയുകയാണ് മുഴുവൻ അമ്പിയാക്കൾക്കും വഹീ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ആയത്ത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമാണ്. മുഴുവൻ അമ്പിയാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം കൊണ്ട്, ഈ ദൗത്യം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും അതിന്റെ പ്രാധാന്യം, തൗഹീദിന്റെ പ്രാധാന്യം എന്തായിരിക്കും? കഴിഞ്ഞ സമുദായത്തിൽ കഴിഞ്ഞൊരു നബി വന്നപ്പോൾ അത് പറഞ്ഞല്ലോ, ഇനി ശേഷമുള്ള നബി പറയേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാ നബിമാരും നിങ്ങൾ അറിയണം, ചില സമയത്ത് ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ ഒന്നിലധികം നബിമാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരേ നാട്ടിൽ തന്നെ ഒന്നിലധികം നബിമാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടെല്ലാ നബിമാർക്കും അല്ലാഹു തആല ആ സമുദായത്തോട് പറയാൻ കൽപ്പിച്ചത് തൗഹീദാണ്. ഷിർക്കിൽ നിന്നും വിട്ടുനിൽക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൗഹീദിന്റെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് സത്യത്തിന്റെ കക്ഷിയുടെ അടയാളമാണത്. ഇസ്ലാമിന്റെ കക്ഷികളായി എത്ര കക്ഷികളാണ് നമുക്ക് മുന്നിലുള്ളത്. ആ കക്ഷികളുടെ ധാരാളിത്വം കാരണത്താൽ അവരെല്ലാവരും സത്യത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ? അവരുടെ സത്യം, അവരുടെ നിരർത്ഥകത നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. അവരിൽ എത്ര ആളുകൾ
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരായിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം, എന്ന് പഠിച്ചു നോക്കണം. അവരുടെ പ്രഥമ പ്രബോധന ലക്ഷ്യം എന്താണ്? രാഷ്ട്രീയം ഉണ്ടാക്കലാണോ? ഈ രാജ്യത്ത് രാഷ്ട്രീയം ഉണ്ടായാലേ, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്താൽ മാത്രമേ ഇവിടെ കൃത്യമായിട്ടുള്ള ദീൻ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന മതരാഷ്ട്രവാദക്കാരില്ലേ ഇവിടെ സഹോദരങ്ങളെ? അതുപോലെ തന്നെ വ്യത്യസ്ത ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദീനി പ്രസ്ഥാനങ്ങളെ ഉപയോഗിക്കുന്ന ആളുകളില്ലേ സഹോദരങ്ങളെ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്? ആരാണ്? കൃത്യമായ തൗഹീദിലേക്ക് ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ കാണുന്ന മുഴുവൻ ശിർക്കുകളും നിങ്ങൾ വെടിയണം എന്ന് പറയുന്നത് ആരാണ്? നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ, പരിശോധിക്കേണ്ട കാര്യമാണ്. സത്യത്തിന്റെ കക്ഷിയെ നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രബോധനത്തിൽ ആദ്യമായി പറയേണ്ടത് തൗഹീദ് തന്നെയാണെന്ന് ഈ ആയത്തുകളെല്ലാം നമ്മെ അറിയിക്കുന്ന കാര്യമാണ്. പ്രബോധനത്തിൽ ആദ്യമായി ജനങ്ങളോട് പറയേണ്ടത്, അഭിസംബോധിത സമൂഹത്തോട് പറയേണ്ടത് തൗഹീദാണ്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ്. അതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ നിസ്കരിക്കണം, നോമ്പെടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. തൗഹീദില്ലാത്ത ഒരു ജനവിഭാഗം അവർ നിസ്കാരം നന്നാക്കിയിട്ട് എന്ത് കാര്യം? അവരെ മസ്ജിദുകളിലേക്ക് ക്ഷണിച്ചിട്ട് നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ട് എന്തു കാര്യം? അവരുടെ തൗഹീദ് ശരിയായിട്ടില്ല എങ്കിൽ, അവരുടെ തൗഹീദ് ശരിയായിട്ടില്ല എങ്കിൽ സഹോദരങ്ങള്, ഇബാദത്തുകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആദ്യം പറയേണ്ടത് തൗഹീദാണെന്ന് ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആയത്തിൽ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ നന്മ തൗഹീദാണ്, അതിനെ കൽപ്പിക്കാനാണ് പറയുന്നത്. വഖലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ ഇഅ്ബുദുല്ലാഹ്. ഏറ്റവും വലിയ നന്മ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറയാൻ മാത്രമല്ല അമ്പിയാക്കൾ ദഅവത്ത് നടത്തിയത്, മറിച്ച് വജ്തനിബു താഗൂത്ത്, അവന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ വെടിയണമെന്നുള്ള തിന്മയെ വിരോധിക്കൽ കൂടി സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോട് ദഅവത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, വ്യത്യസ്ത പ്രസ്ഥാനക്കാർ അവർക്ക് തിന്മയെ വിരോധിക്കാൻ അറിയില്ല. തിന്മയെ വിരോധിച്ചു കഴിഞ്ഞാൽ സമുദായം നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, നമുക്ക് കൂടിയിരിക്കാൻ മസ്ജിദുകൾ ഇല്ലാതായി പോകും എന്ന് ഭയപ്പെടുന്ന ജമാഅത്തുകൾ അവർ തൗഹീദ് പറയുക അതില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ശിർക്കിനെ തൊട്ട് താക്കീത് ചെയ്യുന്നത് കാണാൻ സാധിക്കുകയില്ല. അവിടെ ഖബറുകൾ ആരാധിക്കപ്പെടുന്നുണ്ടാകും, ആളുകൾ വ്യത്യസ്ത ഖബറുകളിലേക്കും ജാറങ്ങളിലേക്കും ഒന്നിനു പുറകെ ഒന്നായി പോകുന്നുണ്ടാകും. പക്ഷെ അവരുടെ ദഅവത്തിൽ സഹോദരങ്ങൾ അത് കാണുന്നില്ല. അവർ ആളുകളോട് നിസ്കരിക്കാൻ പറയുന്നു, പള്ളികളിലേക്ക് വിളിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ തൗഹീദ് പറയുന്നത് കാണാൻ സാധിക്കുന്നില്ല. സഹോദരങ്ങളെ, അവർ ഹക്കിന്റെ ആളുകളല്ല, സത്യത്തിന്റെ കക്ഷികളിൽ പെട്ടവരല്ല എന്നറിയാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നോക്കൂ, അമ്പിയാക്കളോട് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ദഅവത്തിന് വേണ്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ്, യാ മുആദ് ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ്, നീ അഹ്ലുൽ കിതാബിന് അടുക്കലേക്കാണ് പോകുന്നത്. യമനിൽ അന്ന് നസ്രാനികളും യഹൂദരുമാണുള്ളത്. അഹ്ലുൽ കിതാബിന് അടുക്കലേക്കാണ് പോകുന്നത്. അവർ മുശ്രിക്കുകളാണ്. ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല. അതുകൊണ്ട് ആദ്യമായി അവരോട് തൗഹീദാണ് നീ കൽപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ആദ്യമായി അവരോട് പറയേണ്ടത് നിങ്ങളുടെ ഇബാദത്തുകൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ദഅവത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദഅവത്തിന് വേണ്ടി പുറപ്പെടുന്നവരെ, ദിവസങ്ങൾ നിശ്ചയിച്ചും അല്ലാതെയും പുറപ്പെടുന്നവരെ, നിങ്ങളുടെ ദഅവത്ത് ശരിയാകണമെങ്കിൽ നിങ്ങൾ ആദ്യം അവരോട് പറയൂ, ഈ ഖബറിൽ കിടക്കുന്ന ആളുകളോടല്ല, ഇങ്ങനെയുള്ള മഹാന്മാരോടല്ല, സ്വാലിഹീങ്ങളോടല്ല, അമ്പിയാക്കളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ഏലസും ഉറുക്കും അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും, ശിർക്കിന്റെ വലുതും ചെറുതുമായ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം സഹായം തരണം. ഇത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ദഅവത്തിൽ ഖൈർ ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങളുടെ ദഅവത്ത് കൊണ്ട് യാതൊരു ഉപകാരം നിങ്ങൾക്കോ സമുദായത്തിനോ ഇല്ല എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തൗഹീദ് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞത് മുഴുവൻ അമ്പിയാക്കളും ക്ഷണിച്ചിട്ടുള്ളത് തൗഹീദിലേക്കാണ്. കാരണം ജനങ്ങൾക്ക് അത്രയും ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ക്ഷണിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആവശ്യം നമുക്കുമുണ്ട്. നമ്മൾ തൗഹീദ് നന്നായി പഠിക്കണം. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുഴുവൻ മനുഷ്യരോടും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്, അതിന്റെ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, പഠിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. സൂറത്തു മുഹമ്മദിൽ നമുക്ക് കാണാം, അല്ലാഹു തആല പറയുകയാണ്, ഫഅലം, നബിയെ താങ്കൾ മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്,
തീർച്ചയായും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കാര്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിക്കാൻ പറഞ്ഞ കാര്യം നമുക്ക് എങ്ങനെയാണ് വീഴ്ച വരുത്താൻ സാധിക്കുന്നത്? അള്ളാഹു നമ്മോട് പഠിക്കാൻ പറഞ്ഞ കാര്യമാണ്. നാളെ റബ്ബിന്റെ മുന്നിലെത്തിയാൽ ഈ ആയത്ത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു തആല നമ്മോട് ചോദിക്കുകയില്ലേ, അടിമകളെ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിരുന്നു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്നുള്ളത്, നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ മനസ്സിലാക്കിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും വ്യാഖ്യാനവും നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ പുരോഹിതന്മാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. അവർ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ സുന്നത്താണ്, ഇങ്ങനെ ചെയ്താൽ ഉത്തരം പെട്ടെന്ന് കിട്ടും. അതെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമോ അതിന്റെ വ്യാഖ്യാനമോ ഒന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം സഹോദരങ്ങളെ നാളെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്, കലിമത്തു തൗഹീദ് അത് പഠിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കൽപ്പന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് നടത്തിയിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ അവസ്ഥ എന്താണ്? എത്രമാത്രം പഠിക്കേണ്ടവരായിരിക്കും നമ്മൾ? തൗഹീദ് എത്ര മനസ്സിലാക്കിയാലും അത് എത്രമാത്രം ആവർത്തിച്ച് പഠിക്കേണ്ടവരായിരിക്കും നമ്മളെന്ന് ബോധ്യപ്പെടുത്തുന്ന ആയത്ത് കൂടിയാണിത്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, തൗഹീദ് എന്നുള്ളത് അടിമകളിൽ നിന്നും അള്ളാഹുവിന് കിട്ടേണ്ട അവകാശമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ലഭിക്കേണ്ട അവകാശത്തിൽപ്പെട്ട കാര്യമാണ് തൗഹീദ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി, അള്ളാഹുവിന് അടിമകളുടെ മേലുള്ള അവകാശം എന്ന് പറയുന്നത് അയ്യഅ്ബുദൂഹു വലാ യുശ്രികു ബിഹി ഷൈആ, അടിമകൾ മുഴുവൻ, ജനങ്ങൾ മുഴുവൻ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നുള്ളതാണ്. വലാ യുശ്രികു ബിഹി ഷൈഅൻ, ഒന്നിലും അടിമകൾ പങ്കുചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, തൗഹീദ് കൊണ്ട് അള്ളാഹു കൽപ്പിച്ചു, ശിർക്ക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ വിരോധിച്ചു. അത് റബ്ബിന്റെ കടമയായി, റബ്ബിന് നൽകേണ്ട നിർബന്ധ ബാധ്യതയായി നിശ്ചയിച്ചു. പഠിക്കാത്ത, തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് റബ്ബിന്റെ അവകാശങ്ങൾ അത് വകവെച്ചു കൊടുക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ റബ്ബിന് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം, ഹക്ക് എന്ന് പറയുന്നത് തൗഹീദാണ്. അത് പഠിക്കാത്തവർക്ക് ആ അവകാശം വകവെച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ മുസ്ലിം ഉമ്മത്തിന്റെ എണ്ണത്തിൽപ്പെടുന്ന എത്ര ആളുകൾ ഈ അവകാശത്തിൽ റബ്ബിൽ വീഴ്ച വരുത്തുകയാണ്, റബ്ബിനോട് വലിയ വീഴ്ച വരുത്തുകയാണ്. റബ്ബിന്റെ അടുക്കലേക്ക് മാത്രം ഉയരേണ്ട കരങ്ങൾ അതല്ലാത്ത ആളുകളുടെ അടുക്കലേക്ക് ഉയരുകയാണ്. റബ്ബിനോട് മാത്രം നാം കണ്ണീരൊഴുക്കേണ്ടതിനു പകരം ഖബറിലുള്ള ആളുകളുടെ അടുക്കൽ പോയി കണ്ണീരൊഴുക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുന്നതിന് പകരം ചെറിയ ചരടും നൂലുകളും അതിനേക്കാൾ മേച്ചമായ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഭരമേൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റബ്ബിനുള്ള ഹക്ക്, റബ്ബിനുള്ള അവകാശം വകവെച്ചു കൊടുക്കാത്ത ആളുകളാണ് അവർ. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, തൗഹീദ് അത് നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനയിൽപ്പെട്ട കാര്യമാണ്. നാം എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, എത്ര സേവനങ്ങൾ ചെയ്താലും, ഇബാദത്തുകൾ ചെയ്താലും, നിസ്കരിച്ചാലും, നോമ്പെടുത്താലും, സക്കാത്ത് കൊടുത്താലും, ഇത്തികാഫുകൾ വർദ്ധിപ്പിച്ചാലും, സഹോദരങ്ങളെ, തൗഹീദ് നമ്മൾക്കില്ല എങ്കിൽ നമ്മുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും. ശിർക്ക് അതിലുണ്ട് എങ്കിൽ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിൽ, നീയത്തിന്റെ അനുസരിച്ചായിരിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങൾ, എന്താണ് നീയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീയത്ത് ശരിയായാലേ അമൽ ശരിയാകൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെയ്യുന്ന അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം. അമലിൽ ഒരു അംശം പോലും അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് ആകാൻ പാടില്ല. നിങ്ങൾക്ക് റിയാ അറിയില്ലേ? ലോകമാന്യത്തെ അറിയില്ലേ? എന്താണ് ലോകമാന്യം എന്ന് പറയുന്നത്? നമ്മൾ അമല് ചെയ്യുന്ന സമയത്ത്, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ കൂടി അത് കാണട്ടെ, അവരെന്നെ പുകഴ്ത്തട്ടെ, അവരതിന്റെ പേരിൽ എന്നെ പ്രശംസിക്കട്ടെ എന്ന് ആഗ്രഹിക്കലാണത്. അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ അമലുകൾ മുഴുവനും, ഇബാദത്തുകൾ മുഴുവനും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകിയാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഒന്നും തന്നെ ബാക്കിയുണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് നിങ്ങളിൽ പലരും ഇന്ന് പാരായണം ചെയ്ത് വെച്ചിട്ടുള്ള ആയത്താണത്. അതിൽ പറയുന്നു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹ്, ആരെങ്കിലും നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹൻ, സൽക്കർമ്മങ്ങൾ അവൻ വർദ്ധിപ്പിക്കണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ
ചേർക്കാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്താൽ നിങ്ങൾ ചെയ്ത സാലിഹായ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞല്ലോ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, ഓ നബിയെ താങ്കൾക്കും താങ്കൾക്ക് മുമ്പുണ്ടായിരുന്ന മുഴുവൻ പ്രവാചകന്മാർക്കും ഞാൻ നൽകിയിട്ടുള്ള വഹിയിൽപ്പെട്ടതാണ്, ലഇൻ അശ്റക്ത, താങ്കൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ ഒന്നുമില്ലാത്തവരിൽ പാപ്പരായിക്കൊണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ എത്തേണ്ടി വരും എന്ന് റബ്ബ് താക്കീത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങള്, ശിർക്കിന്റെ ഒരംശം നമ്മുടെ കർമ്മങ്ങളിൽ വന്നുപോയാൽ നമ്മുടെ അമല് മുഴുവൻ ബാത്തിലാക്കും. അതുകൊണ്ട് ശിർക്കിന്റെ മുഖങ്ങളെ കുറിച്ച് പഠിക്കണം, തൗഹീദ് പഠിക്കണം. ഇത് പഠിക്കാത്ത ആളുകൾക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുകയില്ല. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നുള്ള അതിർവരമ്പ് മനസ്സിലാക്കാത്ത ആളുകളുടെ പ്രവർത്തനങ്ങളിൽ ശിർക്ക് കലരുന്നതാണ് തീർച്ച. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് പഠിക്കണം. അതിനുവേണ്ടിയുള്ള വേദികൾ നിങ്ങൾ അന്വേഷിക്കണം, മനസ്സിലാക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് നാളെ ചോദിക്കുന്നതാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹു നമുക്ക് ഉദ്ർ നൽകുകയില്ല, വിട്ടുവീഴ്ച നൽകുകയില്ല, ഒഴിവുകഴിവ് നൽകുകയില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, തൗഹീദ് പഠിക്കേണ്ടതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെല്ലാം നമ്മുടെ രാജ്യത്ത് സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിർഭയത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കാരണം നിർഭയത്വം ഇല്ല എങ്കിൽ നമുക്കൊരു രക്ഷയും ഇവിടെ ഉണ്ടാവുകയില്ല, ഭൂമിയിൽ ഒരു സമാധാനം ഒരാൾക്കും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പൂർണ്ണമായ നിർഭയത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സഹോദരങ്ങളെ മുഴുവൻ മനുഷ്യരും. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർഭയത്വം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദുനിയാവിലും വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നാളെ ആഖിറത്തിലും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഒരാൾ അവന്റെ തൗഹീദിൽ, പ്രവർത്തനങ്ങളിൽ ശിർക്ക് കലരാതെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, അല്ലാഹുവിലുള്ള വിശ്വാസം നന്നാക്കിയ ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽം, അവരുടെ വിശ്വാസത്തിൽ അക്രമത്തിൽ നിന്നും ഒന്നും കലർത്താത്തവർ. ആ ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞ ഇന്ന ശിർക ദുൽമുൻ അളീം, തീർച്ചയായും ശിർക്കാണ് ഏറ്റവും വലിയ അക്രമം എന്ന ദുൽമാണ്. അപ്പോൾ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താത്ത ആളുകൾ, ശിർക്കിന്റെ അംശം പ്രവേശിക്കാത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് അമ്നുള്ളത്, നിർഭയത്വമുള്ളത്, അവരാണ് സന്മാർഗികൾ, സന്മാർഗത്തിൽ പ്രവേശിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വളരെ പ്രകടമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വാഗ്ദാനം പുലർന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ഉമ്മത്തിൽ തൗഹീദ് എത്രമാത്രം ശക്തമാണോ ആ സമയത്ത് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ കഴിവും അങ്ങേയറ്റത്തെ നിർഭയത്വവും മറ്റുള്ള ആളുകൾക്ക് മേലുള്ള മേൽക്കോയ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എപ്പോഴെല്ലാം മുസ്ലിം ഉമ്മത്തിൽ നിന്നും തൗഹീദ് ഇങ്ങനെ ഇല്ലാതായി തീർന്നിട്ടുണ്ടോ, അപ്പോൾ മുസ്ലിം ഉമ്മത്തിന് സഹോദരങ്ങളെ മറ്റുള്ള ആളുടെ കീഴിൽ നിന്ദരായി കഴിയേണ്ടി വന്നിട്ടുണ്ട്. നിർഭയത്വം അവരുടെ നാടുകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലും നിർഭയത്വം വേണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടത് നമ്മൾ തൗഹീദ് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. തൗഹീദുള്ള ആളുകൾ എത്രത്തോളം ഒരു നാട്ടിൽ കൂടുന്നുവോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വം നൽകുന്നതാണ്. അതല്ലാത്ത മറ്റു മാർഗങ്ങൾ സഹോദരങ്ങളെ നിർഭയത്വത്തിനില്ല. തൗഹീദാണ് നിർഭയത്വത്തിന്റെ ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, തൗഹീദ് പഠിക്കേണ്ടതിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, തൗഹീദ് ഒരുവന് ഇസ്സത്ത് നൽകുന്ന കാര്യമാണ്. വളരെ ദുർബലരായ കല്ലുകളെയും വിഗ്രഹങ്ങളെയും മണ്ണിനെയും ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും ഒക്കെ ആരാധിക്കേണ്ടി വരിക എന്ന് പറയുന്ന നിന്ദതയേക്കാൾ എന്ത് നിന്ദതയാണുള്ളത്? മനുഷ്യൻ അവനേക്കാളും ദുർബലനായ ആളുകളോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ജീവിക്കുന്നവരാണ്, എന്നിട്ട് അവൻ ജീവനില്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. അവർ മണ്ണായി തീർന്നിരിക്കുകയാണ്. അവർക്ക് അവരുടെ കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർ ആ ഖബറിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, അമലുകൾക്ക് യാതൊരു ചാൻസുമില്ലാത്ത ആ ഖബറുകളിൽ കിടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഖിയാമത്ത് നാളാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോടാണ് സഹോദരങ്ങളെ ഭൂമിയിലുള്ള ആളുകൾ
അവർ രക്ഷ ചോദിക്കുന്നത്. എത്ര വലിയ നിന്ദ്യതയാണത്. അതുപോലെ അവർ കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ വസ്തുക്കളോട് പ്രാർത്ഥിക്കുന്നത്, അതിന് സുജൂദ് ചെയ്യുന്നത്, സഹോദരങ്ങൾ, എത്ര വലിയ നിന്ദ്യതയുടെ കാര്യമാണ് ശിർക്ക് എന്ന് പറയുന്നത്. എന്നാൽ തൗഹീദ് അത് ഇസ്സത്തിന്റെ അടയാളമാണ്. കാരണം അവർ പ്രാർത്ഥിക്കുന്നത് നിസ്സഹായതയുള്ള ആളുകളോടല്ല, നിസ്സഹായരായ ആളുകളോടല്ല, മറിച്ച് ആകാശഭൂമികളെ പടക്കുകയും അതിനെ നിയന്ത്രിക്കുകയും അതെല്ലാം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, നമ്മെ കാണുന്ന, നമ്മൾ പറയുന്നത് അറിയുന്ന, നമ്മൾ എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്ന, എവിടുന്ന് വിളിച്ചാലും സഹായം ചെയ്യാൻ, ഉത്തരം ചെയ്യാൻ സാധിക്കുന്ന, നമുക്കെല്ലാ നന്മകൾ ചെയ്തു തന്നാലും അവന്റെ ഖജനാവിൽ ഒന്നും കുറഞ്ഞു പോകാത്തവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് തൗഹീദ്. തൗഹീദ് പഠിക്കുന്നവൻ ഈ ഇസ്സത്തിലേക്ക് ഉയരുന്നതാണ്. തൗഹീദിലില്ലാതെ ശിർക്കിൽ കുടുങ്ങിയവൻ നിന്ദ്യതയിൽ ദില്ലത്തിലാണ്. സഹോദരങ്ങളെ, തൗഹീദ് അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട വലിയ ഹക്കാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, തൗഹീദ് പഠിക്കേണ്ടതിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൗഹീദിലില്ലാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്ക് നരകമുറപ്പാണ്. പിന്നീട് ഒരു രക്ഷയും അതിലില്ല, പിന്നീട് ഒരു തിരിച്ചുവരവ് അതിലില്ല. ഒരാൾ തൗഹീദില്ലാതെ ശിർക്കിലാണോ മരണപ്പെടുന്നത്, പിന്നീട് ഒരു തിരിച്ചുവരവനില്ല, അവൻ ശാശ്വത നരകത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തെ ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ശിർക്കിന്റെ ഏതിനങ്ങളാകട്ടെ, അത് ഇസ്തിഗാസ എന്നുള്ള പേരിലാകട്ടെ, അതല്ലെങ്കിൽ തവസ്സുൽ എന്നുള്ള പേരിലാകട്ടെ, അല്ലാഹുവിന് നൽകേണ്ടതായ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടതായ കാര്യം അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നൽകിയാൽ സഹോദരങ്ങളെ അത് ശിർക്കാണ്. കാലാകാലം നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന, സ്വർഗം ഹറാമാക്കപ്പെടുന്ന കാര്യമാണ്. ചില മുസ്ലിയാക്കന്മാർക്ക് ഇപ്പോഴാണ് ഈ ആയത്ത് ബോധ്യപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് പടച്ചോൻ എന്നുള്ളത് അതല്ലാത്ത ചില മനുഷ്യർക്ക് നൽകിയപ്പോൾ ചില മുസ്ലിയാക്കർ ഈ ആയത്തുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇതേ മുസ്ലിയാക്കർ കാലങ്ങളായിട്ട് ജനങ്ങളെ തവസ്സുൽ എന്നും ഇസ്തിഗാസയും എന്നുള്ള പേരിൽ ഇങ്ങനെയുള്ള കാണുന്ന എല്ലാ ദർഗകളിൽ പോകാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി സംവാദം നടത്തുകയും ചെയ്ത ആളുകളാണ്. ഇപ്പോൾ ഒരു മനുഷ്യനെ പടച്ചോനിന്റെ ദർജയിലേക്ക് പേര് കൊണ്ട്, നാവ് കൊണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് അത്ര പറ്റിയിട്ടില്ല. സഹോദരങ്ങൾ, ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചില ആളുകൾ അത് പദ്യരൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരും ചെയ്യുന്നത് ഈ കടുത്ത ശിർക്ക് തന്നെയാണ്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, ആ ശിർക്കിലാണ് മരണപ്പെടുന്നതെങ്കിൽ അല്ലാഹു തആല അവർക്ക് കാലാകാലം നരകമായിരിക്കും നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ, ശിർക്കില്ലാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ ദഖൽ ജന്ന, അത് ഉറപ്പാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ശിർക്കില്ലാതെ മരണപ്പെടുക എന്നുള്ളത് ഇത്രയും വലിയ സ്വർഗ നരക വ്യത്യാസം ഉണ്ടാകുന്ന ഈ കാര്യം, അതിനിടയിലുള്ള കാര്യം തൗഹീദാണ്. ഇത് പഠിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവൻ എത്ര വലിയ വിഡ്ഢിയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് പഠിക്കുക. അതുപോലെ തന്നെ തൗഹീദിലായി മരണപ്പെട്ടാലും തിന്മകളിൽ മരണപ്പെട്ടു പോകുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെ തിന്മകളിൽ മരണപ്പെട്ടു പോയാൽ ശഫാഅത്തുകൾ കൊണ്ട്, ശുപാർശകൾ കൊണ്ട് അവനവിടെ രക്ഷയുണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ, ശഫാഅത്ത് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അതിനൊരു നിബന്ധനയുണ്ട്, അവൻ തൗഹീദുള്ളവനായിരിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അസ്അദുൻ നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യവാന്മാരായി തീരുന്ന ആളുകൾ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്. വെറുതെ പറഞ്ഞാൽ പോരാ, ഖാലിസൻ മിൻ ഖൽബി, അവന്റെ ഹൃദയത്തിൽ നിന്നും ഇഖ്ലാസോടുകൂടി പറയണമെന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമായി പറഞ്ഞു. കാരണം കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലല്ല കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അവന്റെ ഹൃദയങ്ങളിൽ ഒരുപാട് ഇലാഹുകളെ കുടിയിരുത്തുകയും ചെയ്യുന്നവന് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവാകാൻ സാധിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുന്നവൻ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും അവന്റെ ഹൃദയം കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് സഹായതട്ടം നൽകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ശിർക്ക് കലരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. അങ്ങനെ മരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് മനസ്സിലാക്കാത്ത, പഠിക്കാത്ത ആളുകൾക്ക് ഇതെല്ലാം നിഷിദ്ധമായി തീരുന്നതാണ്. ഇനിയും തൗഹീദ് കൊണ്ട് കിട്ടേണ്ട നേട്ടങ്ങൾ അനവധി നിരവധി ഉണ്ട്. തൗഹീദ് പഠിക്കാത്ത ആളുകൾക്ക് അത് ലഭിക്കാനുള്ള സാധ്യത വിരളമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, തൗഹീദ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ തൗഹീദിന്റെ ആളുകളാണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് നിർഭയരായിരിക്കാനുള്ള കാരണമായി മാറാൻ പാടില്ല. നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അറിയില്ലേ? അദ്ദേഹം തൗഹീദിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനും അള്ളാഹുവിന് സമർപ്പിച്ചവനാണ്.
ഷിർക്കിനെതിരെ പടപൊരുതിയവനാണ്. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നറിയുന്നവരാണ് നിങ്ങൾ. ഇതെല്ലാം ചെയ്തതിനു ശേഷവും അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചത് വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, റബ്ബേ ഞാനും എൻ്റെ സന്താന പരമ്പരയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ കാക്കേണം. അദ്ദേഹം പേടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല, പേടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും ആ പേടി വേണം. തൗഹീദിലുള്ള നമ്മൾ നാളെ ഷിർക്കിൽ അകപ്പെട്ടു പോകുമോ, ആ ഷിർക്കിന്റെ ആ വലയത്തിൽ നമ്മൾ പെട്ടുപോകുമോ, നമ്മുടെ പരമ്പര പെട്ടുപോകുമോ എന്നുള്ള പേടി നമുക്ക് വേണം. ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധയോടെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും പഠിക്കുകയും നമ്മൾ ദുആ ചെയ്യുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നന്നായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം മുഴുവൻ ക്രമീകരിക്കാനും അത് താല്പര്യപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അതനുസരിച്ച് അതിലായിക്കൊണ്ട് മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന കുല്ലഹാ ദിഖ്ഖഹാ വജല്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.